ദറാപ്പുക്കിൽ നിന്നും സിന്ധു നദി കടന്ന് തീർത്ഥാടകർ ഏറ്റവും ദുർഘടമായ ഡോൾമ പാസ് വഴി പരിക്രമണം തുടർന്നു. പാറക്കല്ലുകൾ നിറഞ്ഞ കയറ്റിറക്കങ്ങളുള്ള ദുർഘടയാത്ര ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവമാണ്. ഓക്സിജന്റെ ലഭ്യത ഏറ്റവും കുറഞ്ഞ ഇവിടെ വെച്ച് സഞ്ചാരികൾക്ക് ഓക്സിജൻ നൽകുന്നു. കുതിരപ്പുറത്തുള്ള യാത്രയിൽ സഞ്ചാരികൾ ഇറങ്ങിയും കയറിയും യാത്ര തുടർന്നു. ഇടയ്ക്ക് ബ്രിട്ടീഷ് വനിതയായ ഹിലാരി ഉറക്കത്തിൽ കുതിരപ്പുറത്തു നിന്നും നിലം പതിച്ചു. വിശ്വത്തിന്റെ മുകൾ തട്ടിലൂടെയുള്ള ഈ യാത്ര കുതിരപ്പുറത്തു തന്നെയാണ് സുരക്ഷിതം. ഗൗരികുണ്ട്, പാർവതിയുടെ പേരിലറിയപ്പെടുന്ന ഗൗരികുണ്ട് തീർത്ഥമാണിത്. ഡോൾമ ചുരം, കൈലാസ പരിക്രമണത്തിലെ അതിപ്രധാനമായ ഒരു കടമ്പയാണ് ഡോൾമ ചുരം. ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആശ്വാസമാവുന്നു. മഞ്ഞുകട്ടകൾ താണ്ടി വളരെ ശ്രദ്ധാപൂർവമുള്ള ഈ യാത്രയ്ക്കു ശേഷം ഡോൾമയുടെ ഏറ്റവും ഉയരത്തിൽ നിന്നും സഞ്ചാരികൾ താഴെയിറങ്ങി യാത്ര തുടരുന്നു. Om Mani Padme Hum.
ചെറുപുഷ്പങ്ങൾ പോലും അതിമനോഹരമാണിവിടെ. നിർമ്മലമായ ജലാശയങ്ങൾ പ്രകൃതിയുടെ സ്ഫടികതുല്യമായ പരിശുദ്ധി വെളിവാക്കുന്നു. ഡോൾമ ചുരം ഇറങ്ങിയാൽ നടന്നാലും എത്തിച്ചേരാൻ പ്രയാസമുള്ള സുത്തുൽപുക്ക് ക്യാമ്പായി. ഇവിടെ താൽക്കാലിക ടെന്റുകളിലാണ് യാത്രികരുടെ താമസം. സുത്തുൽപുക്ക് ക്യാമ്പിൽ നിന്നും യാത്രികർ പരിക്രമണത്തിന്റെ അവസാന ദിവസത്തെ യാത്ര ആരംഭിച്ചു. കുതിരപ്പുറത്തു നിന്ന് വീണു പരിക്കേറ്റ അഡ്ലെ ഹിലാരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവരോടൊപ്പം യാത്ര തുടർന്നു. Om Mani Padme Hum.
mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om
mani padme hum 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 mani padme hum. യാത്രികർ കൈലാസ പരിക്രമണത്തിനു ശേഷം മാനസ സരസിൽ സ്നാനം ചെയ്യുന്നു. Mani padme hum 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 mani. കേരളത്തിലെ നദികൾ മലിനവിമുക്തമാക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായി മാനസ സരസിൽ നിന്നും സൂര്യകാലടി തിരുമേനി മാനസ സരോവര തീർത്ഥം സംഭരിക്കുന്നു. Mani padme hum 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 mani padme. മാനസ സരോവര തീരത്തെ യാത്രാ ക്യാമ്പ്. Mani padme hum 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 mani padme hum. ഇനി മാനസ സരസിൽ നിന്നും മടക്കയാത്രയാണ്. Mani padme hum 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 mani padme hum. യാത്രക്കിടവേളയിൽ തിബത്തിയൻ വനിതകൾ നടത്തുന്ന ചായക്കടയിൽ Mani padme hum mani padme hum
mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Om mani padme hum. Om mani padme hum. Mani padme hum. Om mani padme hum. Mani padme hum. സാഗയിൽ വിശ്രമത്തിനു ശേഷം പൊക്കാസോ തടാക തീരത്ത് Mani padme hum. 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 Mani മഞ്ഞണിപ്പർവ്വതങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ജ്ഞാനം ക്യാമ്പിലേക്ക് യാത്ര തുടർന്നു. Mani padme hum. 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 കൈലാസത്തിലേക്കുള്ള റോഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് താൽക്കാലികമായുണ്ടാകുന്ന മാർഗ തടസ്സങ്ങൾ കടന്ന് പൂത്തുനിൽക്കുന്ന പാടങ്ങളും അമ്പരചുംബികളായ പർവ്വതനിരകളും താണ്ടി യാത്ര ചെയ്ത് സംഘം സാങ്മുവിലെത്തി. Mani padme hum. 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 Mani padme hum.
പെമ്മേ ഓം മാണി പെമ്മേ ഓം മാണി പെമ്മേ ഓം മാണി പെമ്മേ ഓം മാണി പെമ്മേ ഓം മാണി. കാഠ്മണ്ഡുവിൽ താമസ സ്ഥലത്ത് സംഘാംഗങ്ങൾ പരസ്പരം വിലാസങ്ങൾ കൈമാറി. 2005 ആദ്യം വിവേകാനന്ദ ട്രാവൽസിൻ്റെ ഒപ്പം പോയപ്പോൾ എല്ലാവർക്കും ജറാഫൊന്ന് തിരിച്ചു വരേണ്ടി വന്നു, കടുത്ത ഹിമവാതത്തിൽ. ആ ഒരു ഇച്ഛാഭംഗം നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അതിൽ ചിലരെങ്കിലും വിവേകാനന്ദ ട്രാവൽസിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ സന്നദ്ധരായത്. ഇക്കുറി അതിനേക്കാൾ കുറേ ദൂരം പോകാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, കൈലാസത്തിൻ്റെ ഏത് ദൃശ്യം കാണാനാണോ മനുഷ്യരെ ജന്മം മുഴുവൻ ആഗ്രഹിച്ചിരുന്നത്, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലും വിവിധ ഭാവങ്ങളിലും വിവിധ തലങ്ങളിലും എല്ലാ ദൃശ്യം മുഴുവനും അനുഭവസ്ഥമായി എന്നുള്ളതാണ്. കാരണം ദർശനിന്ന് ഒരു 8 കിലോമീറ്റർ വളരെ ദുർഗമമായിട്ടുള്ള പഥം കഴിഞ്ഞാൽ അഷ്ടപത് എന്നുള്ളൊരു സ്ഥലമുണ്ട്. ആ അഷ്ടപത്തിൽ നിന്നാണ് കൈലാസത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദൃശ്യം അനുഭവപ്പെടുക. അതല്ലെങ്കിൽ പരിക്രമണ വേളയിൽ 1-ാം ദിവസം ദറാഫക്കുന്ന് ജാംബിയാങ് എന്നുള്ള ചെറു കൊടുമുടി ഏരിയയിൽ മാത്രം കാണാവുന്ന ദൃശ്യം മുഴുവനും ഈ ദർശനിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമുള്ള അഷ്ടപത്തിൽ നിന്ന് വളരെ വളരെ ക്ലോസ് റേഞ്ചിൽ നമുക്കത് കാണാൻ എങ്കിലും അത് ഒരു പരിപൂർണ വിജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കൈലാസനാഥിൻ്റെ വളരെ അടുത്ത് ചെല്ലുവാനും ആ പാദ സ്പർശം നടത്തുവാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ദുഷ്കരമായ മലകൾ കടന്ന് ഈ കൈലാസ പർവ്വതത്തിൻ്റെ അടിഭാഗം സ്പർശിക്കുവാൻ എനിക്കും എൻ്റെ കൂട്ടുകാരനായ സ്വാമിജിക്കും ഭഗവാൻ സന്ദർഭം നൽകുകയുണ്ടായി. കുറേ അധികം ആളുകൾ ചേർന്ന് യാത്ര ചെയ്തെങ്കിലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് കാൽനടയായി പ്രദക്ഷിണം ചെയ്യുവാനും കൈലാസനാഥനെ സ്പർശിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്നതാണ് ആയിരുന്നു ആ യാത്ര. എൻ്റെ മനസ്സിനും വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ട്. ധാരാളം കൂട്ടുകാരെ ഈ യാത്രയിൽ സമ്പാദിക്കുവാൻ കഴിഞ്ഞു. പല സ്ഥാനങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ധാരാളം ആളുകൾ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സൗഹൃദം നേടാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ മനസ്സിൽ താലോലിച്ച് നടന്നിരുന്നതാണ്. ഒരിക്കലും ഇവിടെ പോകാൻ കഴിയുമെന്ന് ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല. അഥവാ ഇത് ഏതോ മനുഷ്യന് അപ്രാപ്യമായ സ്ഥാനം, യോഗികൾക്കും അതുപോലെ മഹാത്മാക്കൾക്കും ശങ്കരാചാര്യരെ പോലെയുള്ള മഹാത്മാക്കൾക്കും മാത്രം സാധിക്കുന്ന സ്ഥാനം, എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥാനമായിട്ട് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്നത് സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അനവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് വേണം അവിടെ എത്താൻ. സാമാന്യമായിട്ട് മനുഷ്യർക്ക് വേണ്ടതായ ബ്രീത്തിങ്ങിന് പോലും തടസ്സം നേരിടുന്നു. പർവ്വത പാർശ്വങ്ങളിൽ കൂടെയും അത്യഗാധമായ കൊക്കകളുടെ തീരങ്ങളിൽ കൂടെയും യാത്ര ചെയ്ത് മാനസ സരോവര തീർത്ഥം വരെ നമുക്കെത്താൻ സാധിക്കും. അവിടെ നിന്നുള്ള പരിക്രമണം സാക്ഷാത് ശിവൻ്റെ. എനിക്ക് ഈ കൈലാസ ദർശനത്തിന് പോകുവാനുള്ള പ്രചോദനം പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ തന്നെയാണ്. ഒരിക്കൽ നാരദമുനി കൊടുത്ത ഒരു ഫലത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഗണേശനും മുരുകനും തമ്മിൽ കലഹമുണ്ടായി. ആ കലഹത്തിന് മധ്യസ്ഥതയായത് ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആരാണോ ഈ പ്രപഞ്ചം ആദ്യം ചുറ്റി വരുന്നത് അവർക്ക് ഈ ഫലം കൊടുക്കും എന്നുള്ളതായിരുന്നു ആ മധ്യസ്ഥത. ഇതിനു വേണ്ടിയിട്ട് ഭഗവാൻ മുരുകൻ തൻ്റെ മയിൽവാഹനത്തിൻ്റെ പുറത്ത് ഈ പ്രപഞ്ചം ചുറ്റുവാൻ ആരംഭിച്ചു. എന്നാൽ ഗണേശനാകട്ടെ
അദ്ദേഹം എൻ്റെ മാതാപിതാക്കളിരിക്കുന്ന കൈലാസത്തിന് പ്രദക്ഷിണം ചെയ്തു വരികയും ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ആ ഫലം അങ്ങനെ കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിലൂടെ കൈലാസ ദർശനവും അതിൻ്റെ പരിക്രമണത്തിൻ്റെയും പ്രാധാന്യം എന്തെന്ന് ഞാൻ ഇനി എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. ആധികാരികമായിട്ടും മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കൈലാസ ദർശനവും അതിൻ്റെ പരിക്രമണവും എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ കൈലാസ പർവ്വതത്തെ തൊടുവാനും അതിലൂടെ ഒരു ആത്മശാന്തി കൈവരിക്കുവാനും എനിക്ക് സാധിച്ചു. ഒട്ടേറെ ആധ്യാത്മിക അനുഭവങ്ങൾ തന്ന ഒരു യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ വേദ ട്രാവൽസ് ഇപ്രാവശ്യം ഏർപ്പെടുത്തിയ ഈ കൈലാസ യാത്ര. മാത്രമല്ല, ഈ യാത്രയിൽ പങ്കെടുത്ത അതിൻ്റെ ഒരു പ്രത്യേക ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ഈ യാത്ര. ഒരു ഗംഗാപ്രവാഹ യാത്ര എന്നുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്തതുകൊണ്ട് ശ്രീ വിവേകാനന്ദ ട്രാവൽസും അതുപോലെ സൂര്യകാലടി തിരുമേനിയും കൂടി നമുക്ക് ജീവിതത്തിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച് തന്നിരിക്കുന്നു. Sam